ഡെർമിസ്. അപ്പൊ എപ്പിഡെർമിസ് സാധാരണ ഇത് പ്രകാരം ഡെഡ് സെൽസ് ആണ്, ജീവനില്ലാത്ത സെല്ലുകളാണ്. അത് ഒരു പ്രൊട്ടക്ഷൻ ലെയറാണ് ആക്ച്വലി. നിങ്ങൾ ഈ പാമ്പ് എല്ലാം ഉറയൂര എന്ന് പറഞ്ഞിട്ട് സംഭവം കണ്ടിട്ടുണ്ടോ? അല്ല, മീൻസ് കണ്ടിട്ടുണ്ടാവില്ല, നമ്മൾ ഊരിട്ട് പോയതിനു ശേഷം ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും, നേരിട്ട് കാണാൻ വഴിയില്ല അല്ലേ. ആ ഒരു റീജുവനേഷൻ ആണ് ആക്ച്വലി നടക്കുന്നത്. നമ്മൾ അങ്ങനെ ഉറയൂരാറുണ്ടോ മനുഷ്യന്മാർ? ഇല്ല. വേണ്ടേ നമുക്ക്? ഉണ്ട് ഉണ്ട്. സോ ആക്ച്വലി മിക്കവാറും ഓരോ 6 മാസം കൂടുമ്പോൾ നമ്മളെല്ലാവരും പുതിയ ആൾക്കാരാണ്. കാരണം എല്ലാ സെൽസും റീപ്ലേസ്ഡ് ആവുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഈ വർഷം ഇത്രയും കാലങ്ങളൊക്കെ നമുക്ക് ഈ തുരുമ്പ് പിടിച്ചൊക്കെ പോകുന്നില്ല വണ്ടികളൊക്കെ, അതേപോലെയാണ് നമ്മുടെ സിറ്റുവേഷൻ. പക്ഷേ ഇതെല്ലാം ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ആവുന്നുണ്ട്. ഒരു വർഷം മിക്കവാറും ഒരാളുടെ ശരീരത്തിൽ നിന്നും 2.5 കിലോളം തൊലി, സ്കിന്ന് ഒഴിഞ്ഞു പോകും. നമ്മൾ എത്ര ഹൈജീനിക് ആയുള്ള റൂമിൽ കിടന്നുറങ്ങിയാലും പൊടിയും കാര്യങ്ങളും എല്ലാം വെൽ വെന്റിലേറ്റഡ്, മീൻസ് ലോക്കൽ എക്സോസ്റ്റ് വെന്റിലേഷൻ ഒക്കെ വെച്ചിട്ട് പൊടിയൊന്നും അതിനകത്ത് കടകത്ത് പോലില്ല. പക്ഷെ നമ്മൾ അകത്ത് കയറി കിടന്ന് 2-3 ദിവസം കഴിയുമ്പോൾ ബെഡ്ഷീറ്റ്, വെള്ള ബെഡ്ഷീറ്റ് ആണെങ്കിൽ കുറേശ്ശെ മുഷിഞ്ഞു തുടങ്ങും. അപ്പം അതിന്റെ കാരണം എന്ന് പറയുന്നത് നമ്മുടെ സ്കിൻ പൊഴിയും. സോ അതൊരു പ്രൊട്ടക്ഷൻ മെത്തേഡാണ്. സോ അത് ഡെഡ് സെൽസ് ആണ്. അതിന് താഴെയുള്ള ഏരിയ ആണ് ലിവിങ് ടിഷ്യൂസ് ഉള്ളത്. അതാണ് നമ്മുടെ ഡെർമിസ് എന്ന് പറയുന്നത്. അപ്പം കൊറോസീവ് സബ്സ്റ്റൻസസ് ലിവിങ് ടിഷ്യൂസിനെ വരെ, മുകളിലെ ലെയറിന് തുളച്ച് ലിവിങ് ടിഷ്യൂസിനെ ഡാമേജ് ചെയ്യാൻ, ഉദാഹരണം പറയാൻ, വെള്ളത്തിന് നമ്മുടെ സാധാരണ ഉള്ളിലത്തെ അടിയിലേക്ക് വെള്ളം തുളഞ്ഞു പോകാൻ പറ്റുമോ? ഇല്ല അല്ലേ, മുകളിലെ ഇത് മാത്രമല്ലോ. പക്ഷേ ഇത്തിരി കട്ടി കൂടിയ സാധനമാണെങ്കിൽ, ഗാഢായിട്ടുള്ള സൾഫ്യൂരിക് ആസിഡ് ഒക്കെ ആണെങ്കിൽ അതിന് ഉള്ളിലേക്ക് കയറാം. അപ്പോൾ അത് പ്രശ്നം ഉണ്ടാക്കും. സിമെന്റ് കൊറോസീവ് അല്ലേ? ആ. അപ്പോൾ നമ്മുടെ ലിവിങ് ടിഷ്യൂസിനെ ഡാമേജ് ചെയ്യുന്നതിനാണ് നമ്മൾ സാധാരണ കൊറോസീവ് എന്ന് പറയുന്നത്. ഇതുമുണ്ട് മെറ്റലിന്റെ ഇതിൽ പറയുകയാണെങ്കിൽ നമ്മൾ കുറച്ച് നേരത്തെ പറഞ്ഞ പോലെ തുരുമ്പ് എടുക്കുക എന്നുള്ള ഒരു പ്രോപ്പർട്ടി കൂടിയുണ്ട്. അപ്പൊ ഇതൊന്ന് ഈ ഒരു ഇത് അത്ര വലുതല്ല. ഇതിൽ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ഫില്ല് ചെയ്യാനുള്ളതാണ്. അപ്പൊ അതൊക്കെ ഒന്ന് നോക്കുക. സിമ്പിളാണ്, വളരെ വലിയ പണിയുള്ള കാര്യമല്ല. ഇനി ഒരു ഡോക്യുമെന്റ് കൂടെ ഉണ്ട്, ഇതിന്റെ ഒരു അസസ്മെന്റ് ഷീറ്റ് ഉണ്ട് ആക്ച്വലി. അല്ല സാർ, അപ്പൊ കെമിക്കൽ ഞങ്ങളാണോ സെലക്ട് ചെയ്യേണ്ടത്? കെമിക്കലി ഞാൻ MSDS നിങ്ങൾക്ക് ഇട്ട് തരാം, അത് പ്രകാരം ചെയ്തോ നിങ്ങൾ. ഓക്കെ. MSDS ഇട്ട് തരാം. അതുപോലെ അതിന്റെ ഹസാർഡ് സ്റ്റേറ്റ്മെന്റ്സ്, പി സ്റ്റേറ്റ്മെന്റ്സ്, അതുപോലെ ആർ സ്റ്റേറ്റ്മെന്റ്, അതുപോലെ ആർ ഫ്രൈസുകൾ, എസ് ഫ്രൈസുകൾ, അതൊക്കെ ഞാൻ നിങ്ങൾക്ക് ഇട്ട് തരാം. എന്നിട്ട് അതിന്റെ ഈ 2 ഡോക്യുമെന്റ് ഇട്ട് തരാം. എന്നിട്ട് ഇതൊന്ന് നിങ്ങളൊന്ന് അസസ് ചെയ്യുക, മീൻസ് ഒരു കോഷ് അസസ്മെന്റ് നിങ്ങൾ നടത്തുക. ഇനി ഒരു ഇതോടെ ഞാൻ പരിചയപ്പെടുത്താം. ഒരു കോഷ് കാർഡാണ്. NFP അതും കൂടെ ഒന്ന് ഷെയർ ചെയ്യണം. അത് ഞാൻ അയച്ചുതരാം. അത് നാളെ മതി അരുൺ. ആക്ച്വലി അത് എവിടെ ഇരിക്കുന്ന എനിക്കൊന്ന് തപ്പി നോക്കണം. ഉണ്ടാവും. അല്ല അരുൺ, നിങ്ങൾക്ക് അതിനകത്തൊരു ലൈബ്രറി ഇല്ലേ ഈ പ്ലാറ്റ്ഫോമിനകത്ത്? ഞാൻ നോക്കിയില്ല അത്. അതിനകത്തുണ്ട് എല്ലാ സ്റ്റാൻഡേർഡ്സും. അതിനകത്തൊരു HSC ലൈബ്രറി ഉണ്ട്. HSC മിനിസ്റ്ററിന്റെ ലൈബ്രറിയിലുണ്ട്. എല്ലാം ഉണ്ട്. അതില്ലെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ. ഹോസ്പിറ്റലിന് ഉണ്ടാവില്ല, അത് ഞാൻ അയച്ചു തരുന്നുണ്ട്, വേറെ അയച്ചു തരുന്നുണ്ട്, വേറെ സെറ്റ് ചെയ്ത് തന്നെ കേട്ടോ. ശരി സാർ. ഓക്കെ. പിന്നെ അടുത്തൊരു ഡോക്യുമെന്റ് കൂടെ. യെസ്, ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് മീൻസ് ഇച്ചിരി കൂടെ ഇൻഡെപ്ത് ആയിട്ട് ചെയ്യണം. ഓരോ പോർഷനിലും MSDSന്റെ ഓരോ പോർഷൻസിൽ നിന്നും ഇൻഫർമേഷൻ എടുത്ത് ഇതിൽ ഫില്ല് ചെയ്യുക. ബാക്കിയുള്ള ഈ പിക്ടോഗ്രാംസ് റിലവൻ്റ് ആയിട്ടുള്ളത് ഇവിടെ ഇടുക, അല്ലെങ്കിൽ മറ്റേ ഡിലീറ്റ് ചെയ്ത് കളയുക. ഇനി റൂട്ട്സ് ഓഫ് എൻട്രി, സോളോ ആണോ കോണ്ടാക്റ്റ് ആണോ, ഇതുള്ളതൊക്കെ ഇവിടെ വേണം. അപ്പോൾ ഇതിന്റെ സിവിയറിറ്റി എന്താണ്, മാക്സിമം ഔട്ട്കം എന്താണെന്ന് നമ്മൾ അത് എവിടെ എത്തിയിട്ട് നമ്മൾ നോക്കേണ്ടത്. ഹസാർഡ് സിവിയറിറ്റി നിങ്ങൾക്ക് എവിടെ നിന്നാണ് നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റുക? ഇതിൽ പറഞ്ഞിട്ടുണ്ടോ? MSDSൽ പറഞ്ഞിട്ടുണ്ടോ? എവിടെയാണ്? H അല്ലെങ്കിൽ R സ്റ്റേറ്റ്മെന്റ് അല്ലെ, ഹസാർഡ് സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ റിസ്ക് സ്റ്റേറ്റ്മെന്റിൽ അല്ലെങ്കിൽ റിസ്ക് ഫ്രേസിൽ പറയുന്നുണ്ട് അല്ലെ, ക്യാൻസറസ് ആണോ, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇനി അതിന്റെ ഫസ്റ്റ് എയ്ഡ് മെഷേഴ്സ് അത് നമ്മുടെ എന്തിൽ പറയുന്നുണ്ട്? MSDSൽ തന്നെ പറയുന്നുണ്ട്. പിന്നെ ജനറൽ ആയിട്ടുള്ള കുറെ പ്രിക്കോഷൻസ് നമുക്ക് കോമൺ ആയിട്ട് പറയാവുന്ന നമുക്ക് പറയാം, ഇതിൽ തന്നെ വേണമെങ്കിൽ പറയാം, നമ്മുടെ ഐഡിയ പ്രകാരമുള്ളത്. പിന്നെ ഫ്ലെയിമബിലിറ്റി, എക്സ്പ്ലോസീവ് ആണോ,
അതുപോലെ എൻവയോൺമെന്റൽ ഹസാർഡ് ഉണ്ടോ, അതിനെങ്ങനെ കൺട്രോൾ ചെയ്യാം, അതുപോലെ ഇതിൽ വേണ്ട പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് എന്തൊക്കെയാണ് നമ്മൾ പറയുന്നത്, അതിലുണ്ട് ഈ എന്താ പറയുക FFP3 എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ P3 ടൈപ്പ് മാസ്ക് അല്ലെങ്കിൽ റെസ്പിറേറ്റർ. പിന്നെ ഹാൻഡ് പ്രൊട്ടക്ഷൻ എന്താണ്, നമുക്ക് സാധാരണ കോട്ടൺ ഗ്ലൗസ് ഇട്ടിട്ട് കെമിക്കൽസിന് യൂസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ കെമിക്കൽസിനൊക്കെ ചില സർട്ടൻ സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. അതിനൊരു എന്താ പറയുക ബ്രേക്ക് ത്രൂ ടൈം ഒക്കെ ഉള്ള പറയുന്ന ഇത്ര സമയം വേണം ഒരു കെമിക്കൽ ഉള്ളിൽ അതിനകത്ത് തുളച്ച് പോകണമെങ്കിൽ. അപ്പോൾ അത് പ്രകാരമുള്ള പല ഹാൻഡ് ഗ്ലൗസുകളുണ്ട്. ഇവൻ EN374 388 ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്പറുകളുള്ളത്. പിന്നെ ഇവിടെ നിങ്ങൾക്ക് ബാക്കിയുള്ള പ്രിക്കോഷൻസ് എല്ലാം കൺട്രോൾ മെഷറുകൾ നിങ്ങൾക്ക് ഇവിടെ താഴെ എഴുതാം. ഇതൊന്ന് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ വളരെ ബെറ്റർ ആയിരിക്കും. സർ ലാസ്റ്റത്തെ ഇത് സെക്ഷൻ നമ്മള് നമുക്ക് MSDS കിട്ടുമോ? ഏത് ഇപ്പോ ഈ ഇതല്ലേ? ആ കൺട്രോൾസ് ടു പ്രിവെന്റ് MSDS എന്ന് കിട്ടില്ല. ഞങ്ങൾക്ക് ഒരു കുറിപ്പ് വെച്ചതാണ്. ഇപ്പൊ എൻവയോൺമെന്റിലാണെങ്കിൽ നമുക്ക് വേറെ കുറെ കാര്യങ്ങൾ നോക്കണം. ലീഗൽ റിക്വയർമെന്റ്, ഇപ്പൊ പുക ടെസ്റ്റ് നടത്താന്ന് പറയുന്നില്ലേ നമ്മള്, എത്രത്തോളം നമുക്ക് അവിടെയുള്ള ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് എഴുതാം ആസ് അപ്ലിക്കബിൾ, അല്ലെങ്കിൽ അവിടുത്തെ റെഗുലേറ്ററി റിക്വയർമെന്റ് പ്രകാരമുള്ള എന്ന് വേണമെങ്കിൽ നമുക്ക് എഴുതാം. പക്ഷെ അത് നമ്മളത് കണ്ടെത്താനും ബാധ്യസ്ഥരാണ്. എന്താണ് എയർ പൊല്യൂഷനുള്ള റെഗുലേറ്ററി റിക്വയർമെന്റ് അല്ലെങ്കിൽ ലീഗൽ റിക്വയർമെന്റ് എന്താണെന്നുള്ളത്. ഇപ്പോൾ മെത്തേഡ്സ് ആൻഡ് മെറ്റീരിയൽ ഫോർ കണ്ടെയ്ൻമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? റെസ്ട്രിക്ട് ചെയ്യാൻ. നമ്മളതിനെ കണ്ടെയ്ൻ ചെയ്യല, അതിനെ ഒതുക്കുക എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ സാധാരണ നമ്മൾ സ്പിൽ കിറ്റ് എന്നൊക്കെ പറയും. ലീക്കൊക്കെ ആയിക്കഴിഞ്ഞാൽ ഒരു ഇച്ചിരിയോളം ഓയിൽ താഴെ പോയി, നമുക്ക് ഒരു തരം സ്പിൽ കിറ്റ് ഉണ്ട്. അതിൻ്റെ എന്താ പറയുക ഒരു ബലൂൺ ഷേപ്പ്, ലോങ് ബലൂൺ ഷേപ്പുള്ള ഒരു തരം കോട്ടൺസ് പോലത്തെ ഒരു സാധനമാണ്. അത് വെച്ച് കഴിഞ്ഞാൽ പുറത്തോട്ട് പോകാതെ തടയും. ഇനി അതിൽ 14 ലിറ്റർ ഡീസൽ പോയാൽ അങ്ങനെ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് നിൽക്കാൻ പറ്റും. നിങ്ങൾ അവിടെയൊക്കെ ഡിപ് ട്രേ യൂസ് ചെയ്യാറുണ്ടോ? ഈ ജനറേറ്ററിന്റെ അടിയിലോ അല്ലെങ്കിൽ കംപ്രസറിന്റെ അടിയിലോ ഒക്കെ ഉണ്ട്. ഉണ്ട്. അത് ഏത് ഡിപ് ട്രേ ആയാലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല, അത് എന്താണ് ഓരോ കെമിക്കലിന്റെ ഇതനുസരിച്ചുള്ള ട്രേ ആണ് യൂസ് ചെയ്യുന്നത്. അത് മാത്രമല്ല, കെമിക്കൽ ശരിയാണ്. കാരണം പിന്നെ എത്രയാണോ ഇപ്പൊ 1 ലിറ്ററിന്റെ ആണെങ്കിൽ ക്യാൻ വെക്കുവാണെങ്കിൽ അത് കണ്ടെയ്ൻ ചെയ്യാനുള്ള അത്രയും അതിന്റെ 100% അതിനകത്ത് കിടക്കത്തക്ക രീതിയിലുള്ള അതിൽ അത്രയും ചെറിയൊരു contain- വ്യത്യാസമുണ്ട്. 100 അല്ല, 110 ആണ് മിനിമം ആയിട്ടുള്ളത്. 100 ലിറ്റർ കപ്പാസിറ്റി ഉള്ള ടാങ്കിന്റെ അടിയിലാണ് നമ്മൾ ഇതിന്റെ കണ്ടെയ്ൻമെന്റ് വെക്കുന്നതെങ്കിൽ, കളക്ട് ചെയ്യാനുള്ള പാത്രം വെക്കുന്നെങ്കിൽ 110 ലിറ്റർ കൊള്ളാവുന്ന പാത്രമായിരിക്കണം അതിന്റെ താഴെ വെക്കേണ്ടത്. ആ ടാങ്കിന്റെ കപ്പാസിറ്റി 100 ലിറ്റർ ആണെങ്കിൽ അതിന്റെ അടിയിൽ വെക്കുന്ന ഈ കളക്ഷൻ ട്രേയുടെ സൈസ് അല്ലെങ്കിൽ അതിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 110 ലിറ്റർ ആണ്. ബണ്ടുവാളും അതുപോലെ തന്നെ ആയിരിക്കും. എല്ലാതും അല്ലേ സാർ? അങ്ങനെയാണ്, എല്ലാതും അങ്ങനെയാണ്. അപ്പൊ അതാണ് അത് ചിലപ്പോൾ നമ്മുടെ സൈറ്റ് സ്പെസിഫിക് വെച്ചുകൊണ്ട് മാറും. അതിന്റെ മെറ്റീരിയൽ എന്ത് രീതിയിലുള്ള ബണ്ടുവാളുകളാണ് വേണ്ടത്, അല്ലെങ്കിൽ ഏത് ഡിപ്ട്രേ ആണ്. ഇപ്പൊ ആസിഡ് ആണ്, വളരെ കൊറോസീവ് ആയിട്ടുള്ള മെറ്റലായിട്ട് യൂസ് ചെയ്യുന്ന കൊറോസീവ് ആയിട്ടുള്ള ആസിഡ് ആണെങ്കിൽ അപ്പൊ അതിന് റിലവൻ്റ് ആയിട്ടുള്ള മെറ്റലായിരിക്കണം, മെറ്റലിലുള്ള ഡിപ്ട്രേ ആയിരിക്കണം അതിന് അടിയിൽ വെക്കേണ്ടത്. അപ്പൊ അതൊക്കെ നമുക്ക് അതുപോലെ ഡിസ്പോസൽ മെത്തേഡ്സ്, ഇതിന് നമ്മൾ കൺസിഡറേഷൻ കൊടുക്കുന്ന വല്ല കാര്യമുണ്ടോ? ഡിസ്പോസൽ മെത്തേഡ് കളയാനായിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന പണി ചെയ്താൽ മതിയോ? തൂക്കിയെടുത്ത് വേസ്റ്റ് ബിന്നിലിട്ടാൽ മതിയോ? അല്ല സർ. അപ്പൊ നമുക്ക് സൈറ്റിൽ ഡിസ്പോസൽ അപ്പോൾ നമ്മൾ അവിടെ കെമിക്കൽ ലീക്ക് വന്ന് സ്പിൽ കിറ്റ് കൊണ്ട് ഇതെല്ലാം എടുത്തു. ഇത് നമ്മളൊരു കിറ്റിനകത്ത് ആക്കി അസാഡസ് വേസ്റ്റ് ഡിസ്പോസൽ അത് അവിടുത്തെ ലീഗൽ നിയമപ്രകാരമായിരിക്കണം എന്ത് സബ്സ്റ്റൻസസും ഡിസ്പോസ് ചെയ്യേണ്ടത്. നമുക്ക് നമ്മുടെ ഐഡിയയിൽ ചെയ്യാൻ പറ്റില്ല. അതുപോലെ കാറ്റഗറൈസ് ചെയ്യണം, സെഗ്രിഗേറ്റ് ചെയ്യണം. അത്
വേസ്റ്റ് ഈവൻ കൊണ്ടുപോകാൻ ഗവൺമെന്റ് അപ്രൂവ്ഡ് ആയിട്ടുള്ള കോൺട്രാക്ടേഴ്സ് തന്നെ വേണം, പ്രത്യേകിച്ച് കെമിക്കൽസ് ഒക്കെ ആവും. അപ്പൊ ഇവിടെയൊക്കെ നമുക്ക് നമ്മുടെ സ്വന്തമായിട്ടുള്ള ചെറിയ എഫേർട്ട് വേണം ഈ ഒരു ലാസ്റ്റ് ഏരിയയിൽ, അഡീഷണൽ പ്രിക്കോഷൻസ്. അപ്പോൾ അത് ഫയർ പ്രിക്കോഷൻ എന്തൊക്കെയാണ് വേണ്ടത്, ഇവിടെ NFP ഒക്കെ നിങ്ങൾക്ക് അവിടെ അപ്ലൈ ചെയ്യാം. സാർ, ഈ കെമിക്കലൊക്കെ സ്പില്ലായി കഴിഞ്ഞാൽ നമ്മളത് കണ്ടെയ്ൻ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിട്ട് പോളിപ്രൊപ്പലിൻ അല്ലാതെ വേറെ എന്തെങ്കിലും കണ്ടെയ്നർ ഉണ്ടോ? അത് ഓരോ കെമിക്കൽസിനും അനുസരിച്ചുള്ള അതിന്റെ പ്രോപ്പർട്ടി വെച്ചുള്ള കണ്ടെയ്നറുകൾ ഉണ്ടാവും. ഓരോ കെമിക്കൽസിനും കാരണം ഇപ്പോൾ ഉദാഹരണം പറയാണ്, ഇപ്പോൾ സൾഫ്യൂരിക് ആസിഡ് ലീക്കായി, അതിനെ നമുക്ക് ഇത് വെച്ചിട്ട് കണ്ടെയ്ൻ ചെയ്യാൻ പറ്റുമോ? എന്നിട്ട് അത് വെച്ചിട്ട് തന്നെ എടുത്തുകൊണ്ട് പോകാൻ പറ്റുമോ? ഇല്ല. സോ അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള എന്താണ് മെറ്റലോ അല്ലെങ്കിൽ മെറ്റീരിയലോ അത് പ്രകാരം നിർമ്മിക്കപ്പെട്ടുള്ള കണ്ടെയ്ൻമെന്റും അതുപോലെ ട്രാൻസ്പോർട്ടേഷനും അതുപോലെ തന്നെയായിരിക്കും. ഓക്കെ. ഓക്കെ. ഇപ്പൊ സാധാരണ നമ്മൾ റിഫൈനറികൾ സാധാരണ പൈപ്പ് ഈ പ്രോസസ്സിലൊക്കെ സാധാരണ മൈൽഡ് സ്റ്റീൽ, നമ്മുടെ സാധാരണ സ്റ്റീലില് അതുകൊണ്ടായിരിക്കും പൈപ്പ് ലൈൻസ് ഒക്കെ വരുന്നത്. പക്ഷെ പ്രൊഡക്റ്റ് മാറുന്നതിനനുസരിച്ച് ഈ പൈപ്പ് ലൈൻ്റെ ഇതൊക്കെ മാറും. സ്റ്റെയിൻലെസ് സ്റ്റീൽ ആവാം, കാർബൺ സ്റ്റീൽ ആവാം, ഇനി അതിൽ വനേഡിയം ഇതൊക്കെ മിക്സ് ആയിട്ടുള്ള ചില സ്റ്റീലുകളുണ്ട്, അതാവാം, ക്രോമിയം. അപ്പോൾ ഇതിനനുസരിച്ചൊക്കെ മാറ്റങ്ങൾ വരും. കെമിക്കൽസിന്റെ പ്രോപ്പർട്ടി അനുസരിച്ച് ആ ലോഹമായിട്ടോ അല്ലെങ്കിൽ അതിന്റെ ട്രാൻസ്പോർട്ടേഷൻ മീഡിയം ആയിട്ട് എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നതിനനുസരിച്ച് അത് പ്രകാരമായിരിക്കും നമ്മൾ അതിന്റെ ട്രാൻസ്പോർട്ടേഷനോ അല്ലെങ്കിൽ സ്റ്റോറേജോ ഒക്കെ നമ്മൾ ഒരുക്കേണ്ടത്. ഓക്കെ. ഓക്കെ. ഇത് ഞാൻ പറഞ്ഞാൽ തീരില്ല. അതായത് ഈ കണ്ടെയ്ൻമെന്റ് അതുപോലെ ഇതിൽ ഇനിയും കെമിക്കൽസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിന്റെ പ്രിക്കോഷൻസിലൊക്കെ പോകുമ്പോൾ ഈ പ്രിക്കോഷൻസിലാണ് ഇതെല്ലാം വരുന്നത്. മീൻസ് എന്താ പറയാ, ഇനിയുള്ള ടോപ്പിക്കുകളില്ലേ, ഹസാർഡ് കാറ്റഗറി, അതുപോലെ തന്നെ അതിന്റെ പ്രിക്കോഷൻസ്, പിന്നെ ക്ലാസിഫിക്കേഷൻസ്, ഹസാർഡസ് കമ്മ്യൂണിക്കേഷൻ, എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും എന്നുള്ളത് അതൊക്കെ ഇച്ചിരി ലെങ്തിയാണ്. ഒരു ഹാസ്കോമിന് നമ്മൾ എന്തായാലും ഒരു ക്ലാസ് വയ്ക്കും, എന്തായാലും ഒരു ഫ്യൂച്ചറിലും ഉണ്ടാവും, അധികം താമസിക്കാതെ നെക്സ്റ്റ് മന്ത് മറ്റായിട്ട് ഒരു ക്ലാസ് ഉണ്ടാവും. ഹാസ്കോം വളരെ നീളമുള്ള ഒരു സംഭവമാണ് ആക്ച്വലി. അതല്ല എത്രാമത്തെ ക്ലാസ് ആയിരിക്കും അത് എത്ര നോക്കണം, അത് എത്രത്തോളം ടോപ്പിക് ഉണ്ട് അത്രത്തോളം നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്നുള്ളത്. 1-2 ദിവസം ഉണ്ടാവുള്ളൂ. കാരണം അത് നമ്മൾ ഈ ട്രെയിനിങ് ആക്ച്വലി ഒരു ഇന്റൻസ് ആയിട്ടാണ് പോകുന്നത്. ഇതിൽ നമ്മൾ റെസ്റ്റ് ബ്രേക്ക് ഇല്ല, നേരിട്ട് കാര്യങ്ങൾ മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അല്ലേ, സാധാരണ ക്ലാസ്സിലാകുമ്പോൾ ഒരുപാട് ചർച്ചകളുണ്ടാവും, അല്ലെങ്കിൽ ഒരുപാട് മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ പോകും. അതൊക്കെ പരമാവധി നമ്മളതെല്ലാം ഒതുക്കി ടോപ്പിക് വൈസ് ആണ് നമ്മൾ പോകുന്നത്. അപ്പോൾ പെട്ടെന്ന് തീരുന്നത്. ഓക്കെ. സോ അപ്പൊ ഇതെല്ലാം ഒന്ന് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. 2 വേർഡ് ഡോക്യുമെന്റ് ഉണ്ട്, അതൊന്ന് ഡൗൺലോഡ് ചെയ്യുക. പിന്നെ അതിനകത്തൊരു MSDS ഉണ്ടാവും, അത് ഡൗൺലോഡ് ചെയ്യുക. പിന്നെ ഫ്രേസുകളുണ്ട്, റിസ്ക് ഫ്രേസ്, അതുപോലെ സേഫ്റ്റി ഫ്രേസ്, സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്, ഹസാർഡ് സ്റ്റേറ്റ്മെന്റ് ആൻഡ് പി ഫ്രേസ്, പി സ്റ്റേറ്റ്മെന്റ്, പ്രിക്കോഷണറി സ്റ്റേറ്റ്മെന്റ്. ഇപ്പൊ ഇത്തരം ഡീറ്റെയിൽസ് വെച്ചുകൊണ്ട് യൂസ് ചെയ്തുകൊണ്ട് ഒരു കാറ്റലിസ്റ്റിന് വേണ്ടിയിട്ടൊരു MSDS നിങ്ങൾ തയ്യാറാക്കുക. എന്നിട്ട് നമുക്ക് നാളത്തെ ടോപ്പിക്ക് ഞാൻ ഗ്രൂപ്പിൽ ഇടുന്നുണ്ട്. പിന്നെ മാക്സിമം ആൾക്കാർ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. ഇത് നമുക്ക് എന്തായാലും ഫ്യൂച്ചറിൽ യൂസ്ഫുൾ ആണ്. ഓക്കെ. സോ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് ക്ലാസ് കഴിഞ്ഞിട്ട്. നാളെ ക്ലാസ് ഉണ്ടല്ലേ? നാളെ ഉണ്ട്. നാളെ തിങ്കളാഴ്ചയല്ലേ? നാളെ ഉണ്ട്, ചൊവ്വാഴ്ചയുണ്ട്. 3 ദിവസം കൊണ്ട് ക്ലാസ് ഉണ്ടാവും. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ വരുന്ന സൺഡേ ഒരു 3 ദിവസം ഗ്യാപ്പ് ഇട്ടിട്ട് സൺഡേ. അപ്പോൾ ഈ 3 ദിവസം നമുക്ക് ഓരോ ടോപ്പിക് ഉണ്ടാവും. നാളെയും മറ്റന്നാളും വേറെ ടോപ്പിക് ഉണ്ടാവും. നാളെയും മറ്റന്നാളും ആക്ച്വലി ഒരു ടോപ്പിക്ക് തന്നെ ആവാൻ സാധ്യതയുണ്ട്. എന്നാലും ഇത്തിരി ലോങ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ അതുകൊണ്ട് ഇതും ഇത്തിരി ലോങ് ആണ്, അതുകൊണ്ടാണ് ഇത്രയും ലെങ്തി ആയിട്ട് പോകുന്നത്. എനിക്ക് ഇതിൽ കുറച്ച് ചുരുക്കാൻ പറ്റില്ല ഈ ഒരു ടോപ്പിക്ക്, പക്ഷെ അത്രയ്ക്കും ഉണ്ട് സത്യം പറഞ്ഞാൽ. എന്നിട്ട് ഇത് മുഴുവനായിട്ടില്ല. മീൻസ് ഈ ഹസാർഡസ് കമ്മ്യൂണിക്കേഷനൊക്കെ അതിൽ കവർ ചെയ്യാൻ പറ്റില്ല. അതുപോലെ ഏരിയ ക്ലാസിഫിക്കേഷൻ വലിയൊരു ടോപ്പിക്കാണ്. അത് ഇതിൻ്റെ ഒക്കെ പ്രിക്കോഷണറി മെഷേഴ്സിൽ വരുന്ന പ്രിക്കോഷൻസ് എടുക്കുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഈ ഏരിയ ക്ലാസിഫിക്കേഷൻ ഒക്കെ എന്ന് പറയുന്നത്. സോൺ ക്ലാസിഫിക്കേഷൻ ഒക്കെ ഇല്ലേ, അതിൻ്റെ ഇപ്പോൾ കുറേ പ്രോപ്പർട്ടീസ് ഉണ്ട് അതിലൊക്കെ ചെയ്യാനായിട്ട്. എനിവേ വേറെ MSDS മാത്രമേ ചെയ്യാ? ഏത് ഇത് MSDS മാത്രമാണോ ചെയ്യുക? സെപ്പറേറ്റ് എല്ലാ കെമിക്കൽസിനും സെപ്പറേറ്റ് MSDS ഉണ്ടാവും ആഷിക. ഓരോ സൈറ്റിലും ഓരോ കെമിക്കൽ, ഒരു പെയിന്റിന് ആണെങ്കിൽ അതിന് വേറെ MSDS ഉണ്ടാവാം. ഈവൻ നമ്മുടെ സൈറ്റിൽ ഉപയോഗിക്കുന്ന വെൽഡിംഗ് റോഡ് ഇല്ലേ, അല്ലെങ്കിൽ വെൽഡിംഗ് ഇലക്ട്രോഡ്, അതിന് വരെ MSDS ഉണ്ട്. അപ്പൊ അതിനൊക്കെ സെപ്പറേറ്റ് വേണം. ഒരു കോസ്റ്റ് രജിസ്റ്റർ തന്നെ ഉണ്ടാവും നല്ല കമ്പനികളാണെങ്കിൽ. അതൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള
MSDS ഏത് സൈറ്റിലായിരിക്കും സാർ കിട്ടുക? നമ്മുടെ കമ്പനി ഇല്ലേ ഈ ഇലക്ട്രോണിന്റെ അല്ലേ പറയുന്നത്? അല്ല നമ്മൾ കെമിക്കൽസിന്റെ. ഇപ്പൊ ഞാൻ ഇടുന്ന ഒരു നല്ല ഒരു MSDS ആണ്. ഒരു എല്ലാ ഇൻഫർമേഷൻസും ഞാൻ നന്നായിട്ട് നോക്കിയിട്ട് ഇട്ടിട്ടുള്ളതാണ് ആക്ച്വലി. അപ്പൊ അത് നിങ്ങൾക്ക് റെഫർ ചെയ്യാം. നല്ലൊരു MSDS ആണ്. അതിൽ ഒരുപാട് ഇൻഫർമേഷൻസും കുറച്ച് ഇൻഡെപ്ത് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കവർ ചെയ്യുന്ന MSDS ആണ്. പിന്നെ സിമെന്റിന്റെ കമ്പനികളൊക്കെ പെയിന്റിന്റെ കമ്പനികളൊക്കെ പേര് മിക്കവാറും അതൊക്കെ ഓപ്പൺ ആണ് ആക്ച്വലി. എല്ലാവർക്കും പബ്ലിക് ആക്സസും ഉണ്ടാവും. അവരുടെ കമ്പനിയിൽ നിന്ന് MSDS നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഈ ഈവൻ വെൽഡിംഗ് ഇലക്ട്രോഡിനൊന്നും അവർ പ്രൊവൈഡ് ചെയ്യില്ല. വെൽഡിംഗ് റോഡിന് MSDS സാധാരണ കമ്പനി പ്രൊവൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് അവരുടെ വെബ്സൈറ്റിൽ കയറി സാധാരണ അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ചെയ്യുന്നത്. പക്ഷെ അതൊന്നും വെച്ചിട്ട് ആരും ഇത് കോസ്റ്റ് അസസ്മെന്റും അതുപോലെ റിസ്ക് അസസ്മെന്റും ഒന്നും ചെയ്യാറില്ല. പക്ഷെ ഞങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അത് നമ്മൾ ആ വർക്ക് ചെയ്യുന്ന കമ്പനിയുടെ സ്വഭാവം പോലെ ഇരിക്കും. അല്ലെങ്കിൽ പിന്നെ അതൊന്നുമില്ല. കോസ്റ്റ് അസസ്മെന്റ് തന്നെ ചെയ്യാത്ത എത്രയോ കമ്പനികളുണ്ട്. പക്ഷെ ഒരു നല്ല കമ്പനിക്കൊക്കെ കയറുമ്പോൾ ഇതെല്ലാം ഇല്ല സാർ, ഇതിനകത്ത് നമുക്ക് അതിനുള്ള ലീഡേഴ്സ് ഉണ്ടാവണം, ആ മാനേജ്മെന്റ് അങ്ങനെ ഉണ്ടെങ്കിലേ ഉള്ളൂ ഇത് നമുക്ക് ഫെമിലിയർ ആകത്തുള്ളൂ. ഇപ്പൊ 8-10 വർഷം HSC ഫീൽഡ് വർക്ക് ചെയ്ത ആൾക്കാർക്ക് പോലും ഇതിനെ കുറിച്ചൊന്നും അറിയാത്ത ആൾക്കാർ ഒരുപാടുണ്ടാവും. അങ്ങനത്തെ കമ്പനീസ് ഉണ്ടാവും, അങ്ങനത്തെ ലീഡേഴ്സ് ഉണ്ടാവണം. ആ കമ്പനീസ് ഉണ്ടെങ്കിൽ നമുക്ക് ഓപ്ഷൻ കിട്ടും നോക്കാനായിട്ട്, ചെയ്യാനായിട്ട്. ഉണ്ടെങ്കിൽ ഞാൻ 6-7 കമ്പനി വർക്ക് ചെയ്യാനുള്ള എക്സ്പീരിയൻസ് തുടങ്ങിയാണ്. ഇതുപോലെ ആരും ഇതുവരെ മോട്ടിവേറ്റും ചെയ്തിട്ടൊന്നും. ആറാമത്തെ ചില സമയങ്ങളിലൊക്കെ ഈ വേസ്റ്റ് ക്ലാസിഫിക്കേഷനിലെ ക്ലാസ് 1, 2, 3 അതിനുവേണ്ടി പ്രത്യേകിച്ച് ബോക്സ് ഒക്കെ വെച്ചിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അല്ലാതെ വേറെ കൂടുതലൊന്നും ആരും ഫോക്കസ് ചെയ്യുന്നില്ല. നല്ല കമ്പനികളിലൊക്കെ ആണെങ്കിൽ അതിന്റെ ഭംഗിയായിട്ട് തന്നെ നടക്കും. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുന്നുണ്ടോ? വെൽഡിങ്ങിന് മുമ്പായിട്ട് ആ പെയിന്റ് എടുത്ത് ചുരണ്ടി കൊണ്ടുപോയി ലാബിൽ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്തിട്ട് റിപ്പോർട്ട് കിട്ടി, അത് ഇൻഡസ്ട്രിയൽ ഹൈജീനിസ്റ്റ് എന്താ പറയുക സർട്ടിഫൈ ചെയ്ത് അയാൾ പറയുന്ന പ്രിക്കോഷൻസ് എല്ലാം എടുത്തുകൊണ്ട് വേണം ആ വെൽഡിങ് ആക്ടിവിറ്റി ചെയ്യണമെങ്കിൽ. ഇനി ആ വെൽഡിങ് ആക്ടിവിറ്റി ചെയ്യാൻ പോകുന്ന ഈ ആൾ ആക്ച്വലി ഈ കെമിക്കൽ ഇൻവോൾവ്ഡ് ആയതുകൊണ്ട് അയാൾക്ക് മാസ്ക് യൂസ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ റെസ്പിറേറ്റർ യൂസ് ചെയ്യേണ്ടി വരും. ആ റെസ്പിറേറ്റർ യൂസ് ചെയ്യാനായിട്ട് അയാൾ ടെസ്റ്റും ചെയ്യും. നമ്മൾ മുഖത്ത് റെസ്പിറേറ്റർ വെക്കില്ലേ, അതായത് ഹാഫ് പീസ് റെസ്പിറേറ്റർ അല്ലെങ്കിൽ ഫുൾ പീസ് ആയിരിക്കും ആൾ പറയുന്നത്. അത് ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു മെത്തേഡും ഉണ്ടാവും, അവിടെ ഒരു സിസ്റ്റം ഉണ്ട്. അത് നമ്മൾ ഈ മുഖത്ത് ഇത് വെച്ചതിന് ശേഷം അത് ട്യൂബിലേക്ക് കണക്ട് ചെയ്ത് ഡിവൈസിലേക്ക് കണക്ട് ചെയ്ത് നമ്മളോട് മുഖമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാനും പോലെ ചിരിക്കാനും സംസാരിക്കാനും വെട്ടിക്കാനും ഒക്കെ പറയും, ഊതാൻ പറയും. എന്നിട്ട് ഇതിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് കൂടെ ചെറിയ എയറിലേക്ക് ഉണ്ടെങ്കിൽ ആ മെഷീൻ ഡിറ്റക്ട് ചെയ്യും. ആ ആള് സ്പോട്ടിൽ അവിടെ നിന്ന് എന്താ പറയാ റിജക്റ്റഡ് ആണ്. പിന്നെ അയാൾക്ക് അവിടെ കയറാൻ പറ്റില്ല. ഈവൻ കുറച്ച് ചതുരാകൃതിയുള്ള ഫേസുള്ള ആൾക്കാർക്ക് വരെ ബുദ്ധിമുട്ടാണ് അവിടെ ആ കമ്പനിയിൽ ഈ ഫിറ്റ് ടെസ്റ്റ് എന്നാണ് അതിനെ പറയാം, ഈ റെസ്പിറേറ്റർ വെച്ച് ചെയ്യുന്ന ടെസ്റ്റിന് അത് പാസ്സാവാനായിട്ട്. സോ അങ്ങനെയുള്ള കമ്പനികളുണ്ട്. അത് പാസ്സായി കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മുടെ ATM കാർഡ് പോലുള്ള ഒരു കാർഡും വരും. അത് നമുക്ക് ബാഡ്ജായിട്ട് യൂസ് ചെയ്യാൻ വേണം ആ ഏരിയയിലൊക്കെ അത്തരം വർക്കുകൾ ചെയ്യുന്ന ആൾക്കാർ. സോ നമ്മൾ എലിജിബിൾ ആണ് ആ വർക്ക് ചെയ്യാൻ. വയ്ക്കാൻ ഈവൻ വെൽഡർ ആവാം, അതുപോലെ അൺസ്കിൽഡ് വർക്കർ ആവാം, ആരായാലും എല്ലാവരും പ്രൊസീജിയർ ഇതാണ്. ഫേസിന്റെ ഈ സ്മോള് ബിഗ് എന്നുള്ള പല രീതിയിൽ എടുത്തിട്ട് ഇല്ലേ സാറേ, അങ്ങനെ ചെയ്യാറുണ്ടെന്ന് തോന്നുന്നു. ഫേസ് അതിന് 3 സൈസുകൾ വരും, പല സൈസുകൾ. അപ്പൊ നമ്മുടെ ചെരുപ്പിന്റെ സൈസുകൾ പക്ഷെ വന്നിട്ട് പ്രശ്നം അതല്ല. പിന്നെ അത് വെച്ചിട്ട് എക്സർസൈസ് ഒക്കെ ചെയ്യിച്ചിട്ട് അതിനുശേഷം കുഴപ്പം അവർ ഓക്കെ ആണെന്ന് ഒരു മെഷീനൊക്കെ വെച്ച് ചെക്ക് ചെയ്തതിന് ശേഷം അങ്ങനെ എനിക്ക് പറ്റിയിട്ടുണ്ട്. ഒരു സൈറ്റിൽ വെച്ചിട്ട് ഇതുപോലെ സംഭവിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ പെയിന്റേഴ്സ് എല്ലാം ഈ നാഗാലാൻഡോ അങ്ങനെ ഏതോ സ്ഥലത്തു നിന്നുള്ള ആൾക്കാരായിരുന്നു. അവരുടെ ഫേസ് വളരെ ചതുരാകൃതിയിലുള്ളതായിരുന്നു. അപ്പോൾ ഫിറ്റ് ടെസ്റ്റ് ഞങ്ങൾ 4, 5, 6 പേരൊക്കെ കൊണ്ടുവന്നിട്ട് പാസ്സാക്കി കിട്ടിയില്ല. പെയിന്റിങ് വർക്ക് നടത്തണ്ടേ. അപ്പോൾ അവരെ ഒരു ദിവസം വരും, 10-100 കിലോമീറ്റർ ദൂരെയാണ് സൈറ്റ്. എന്നിട്ട് അവിടെ വന്നാൽ ഈ ഫിറ്റ് ടെസ്റ്റിന് നമുക്ക് അപ്രൂവൽ കിട്ടും. അത് ചെയ്തു വരുമ്പോൾ ആൾ ഫെയിലാവും, തിരിച്ചു കൊണ്ടുപോകും. പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്ത ആളെ പിറ്റേ ദിവസം അതിൻ്റെ അടുത്ത പിറ്റേ ദിവസം വീണ്ടും കൊണ്ടുവരും. പിന്നെ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് തടിയും ഉണ്ടപ്പക്കുറുകളൊക്കെ പിടിച്ചുകൊണ്ട് വന്നു തുടങ്ങി. എന്നിട്ട് അപ്പോൾ ഇത് സാധനം ഫിറ്റ് ആയിട്ടിരിക്കുമല്ലോ. കാരണം ഇവരെ ഫേസിന്റെ ഷേപ്പ് കാരണം താടിയുള്ള ആൾക്കാർ അങ്ങോട്ട് എൻട്രി ചെയ്യില്ല, അത് വേറെ കാര്യം. അപ്പോൾ അവരെ പാസ്സാക്കി കിട്ടി. സോ അങ്ങനെയുള്ള കമ്പനികളും ഉണ്ട്. ഈ അലൂമിനിയം പ്ലാന്റുകളിലൊക്കെ ഈ കാർബൺ ഏരിയയിലൊക്കെ വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ഫിറ്റ് ടെസ്റ്റ് ഒക്കെ ഉണ്ടാവും. കൂടുതൽ ഡേഞ്ചറസ് ആയിട്ടുള്ള വർക്കുകൾക്കാണ്. HSC ലൈബ്രറിയിലെ NFPയുടെ അത് കാണാനില്ല ആണല്ലേ. അതിൽ ഏകദേശം ഒരു 3000-4000 ഡോക്യുമെന്റ്സ് ഞാൻ ആക്ച്വലി അപ്ലോഡ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. റെഫറൻസ് മെറ്റീരിയൽസ് ആണ്, നിങ്ങൾക്ക് സ്റ്റഡി ചെയ്യാനുള്ളതാണ്. മീൻസ് റെഫർ ചെയ്യാം. ഓക്കെ, എത്രത്തോളം ഉണ്ടെന്ന് ഞാൻ നാളെ അതിന്റെ സ്റ്റാറ്റസ് നോക്കിയിട്ട് പറയില്ലേ. ഞാൻ തീർച്ചയായും എനിക്കൊരു മെസ്സേജ് ഇട്ടാൽ മതി, പേഴ്സണലായിട്ട് മെസ്സേജ് ഇട്ടാൽ മതി, ഞാൻ അയച്ചുതരാം കേട്ടോ. ശരി സാർ. ഓക്കെ, വേറെ എന്തെങ്കിലും ആർക്കെങ്കിലും സംശയങ്ങൾ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡൗട്ട് ഉണ്ടോ? കോഴ്സ് ഓഡിറ്റർ അങ്ങനെ എന്തെങ്കിലും ഒരു കോഴ്സ് ഉണ്ടോ? കോഴ്സ് ഓഡിറ്റ് അല്ല, ഓഡിറ്റിന് നമുക്ക് വേറെ സെപ്പറേറ്റ് കോഴ്സ് ക്ലാസ് ഇതിനകത്ത് തന്നെ ഉണ്ട്.
വരും ദിവസങ്ങളിൽ ഇന്റേണൽ ഓഡിറ്റ് നമ്മൾ ഓഡിറ്റിന്റെ എല്ലാ ഫേസുകളും അതിൽ ഉപയോഗിക്കുന്ന ഡോക്യുമെന്റേഷൻ, ഓഡിറ്റർ എങ്ങനെ എവിഡൻസ് കണ്ടെത്തുന്നു, എങ്ങനെ ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്യുന്നു, ഇത്തരം ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഓഡിറ്റ് നിങ്ങൾക്ക് വലിയ പ്രശ്നമില്ലാതെ ചെയ്യാൻ പറ്റും. ഈവൻ സാധാരണ ISO പ്രകാരമുള്ള ലീഡ് ഓഡിറ്റർ കോഴ്സ് കഴിഞ്ഞാലും സാധാരണ ആർക്കും ഓഡിറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം അവര് വളരെ പ്രൊഫഷണൽ ആയിട്ടാണ് പഠിപ്പിക്കുന്നത്. അവർ നമ്മളെ പഠിപ്പിക്കുന്നത് നിങ്ങളെ പ്രൊഫഷണൽ ഓഡിറ്റേഴ്സ് അല്ലെങ്കിൽ സീനിയർ പ്രൊഫഷണൽസ് ആയിട്ട് മനസ്സിൽ കണ്ടുകൊണ്ടാണ്. അവരെ കുറച്ച് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ മാക്സിമം താഴ്ന്ന് എല്ലാവർക്കും, പിന്നെ ലാംഗ്വേജ് വലിയൊരു കാര്യമാണ്. ഇപ്പൊ ഞാൻ മലയാളത്തിൽ പറയുന്ന അത്ര സുഖം അത്രയ്ക്ക് നമുക്ക് ഈവൻ എത്രത്തോളം ഫ്ലുവൻ്റ് ആയിട്ടുള്ള ആൾക്കാർ, ശശി തരൂരിന് പോലും ചില കാര്യങ്ങളിൽ ഇത് ഡൗട്ട് വരും. സോ ഇത് നമ്മൾ വളരെ സിംപ്ലിഫൈ ചെയ്തിട്ടാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞൊരു മെത്തേഡ്സിൽ എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞ് ഞാൻ വീണ്ടും ശ്രമിക്കാം കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട്, നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു രീതിയിലേക്ക്. കുഴപ്പമില്ല സാർ, ഇങ്ങനെ മതി. മലയാളം ആകുമ്പോഴേ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനൊക്കെ സുഖമാണ്. ഇംഗ്ലീഷിന് വേറെ ക്ലാസ്സും ഉണ്ട്, പക്ഷെ ഇത് ഈസി ആയിട്ട് ഗ്രാസ്പ് ഇത് നോളജ് എടുക്കാൻ ഏറ്റവും ബെസ്റ്റ് വേ എന്ന് പറയുന്നത് നേച്ചുറൽ ലാംഗ്വേജ് ആണ്. അത് ഹിന്ദി ആണെങ്കിൽ ഹിന്ദിക്ക് നമുക്ക് വേറെ ക്ലാസ് ഉണ്ട്, അതുപോലെ ഇംഗ്ലീഷിനും വേറെ അടുത്ത ക്ലാസ് ഉണ്ട്, മലയാളത്തിലുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ? ഓക്കെ.